ഏറെക്കാലം നേരിട്ട് കണ്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ പ്രിയങ്കരനായ നമ്മുടെ താരം. സീരിയസ് ആയിട്ട്, കോമഡി ആയിട്ട്, തന്മയത്വത്തോടു കൂടി കഥാപാത്രങ്ങളെ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞ അനുഗ്രഹീത നടനാണ് സി ടി യൂസഫ്. ഒരു സിനിമയുടെ പ്രോസസ്സിങ് ഒന്നും പഠിച്ചിട്ടല്ല അതിനിറങ്ങിയിരുന്നത്. ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ പ്രിപ്പറേഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനു മുമ്പ് വേണ്ടത്ര പരിചയമില്ലാത്ത യൂസഫും അദ്ദേഹത്തിൻ്റെ 1-2 ഫ്രണ്ട്സും വീട്ടിലേക്ക് വരുന്നതും അങ്ങനെ മണത്തറിഞ്ഞ് അത് വന്നതാണെന്ന് പറയേണ്ടി വരും. ഏതായാലും എനിക്ക് വലിയ ഒരു സപ്പോർട്ടായി വന്നു ആ വരവ്. പിന്നിൽ പ്രവർത്തിക്കാൻ, പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഒരു നല്ല സപ്പോർട്ടായിട്ടാണ് യഥാർത്ഥത്തിൽ യൂസഫ് എൻ്റെ ടീമിൽ അംഗമായി വരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മോടൊപ്പം തന്നെ യൂസഫുണ്ട്. ഷാനിബക്ക് ചേർന്നൊരു ഭർത്താവാകാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ചേർന്നൊരു ഭാര്യയാവാൻ ഷാനിബക്കും കഴിയില്ല. കഴിയുമെന്ന് ഷാനിബ പറയുന്നു. അത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ, പെരുമാറ്റത്തിലില്ല. അത് നീ ശരിയാക്കി എടുക്കണം. 4 വർഷമായിട്ട് എനിക്ക് കഴിയാത്ത കാര്യം ഇനി അങ്ങനെ കഴിയാനാ? ഞാൻ ഹോം സിനിമ രംഗത്ത് വരുന്ന ആ കാലത്ത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ആദ്യമായിട്ട് സലാം സാറ് ഹോം സിനിമ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ സലാം സാറ് പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ കലയും സിനിമയും മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മണത്തറിയാറുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക കഴിവ് അന്നേ ഉണ്ട്. അപ്പോൾ അങ്ങനെ മണത്തറിഞ്ഞുകൊണ്ടാണ് സലാം സാറിൻ്റെ അടുത്ത് ഞാൻ വരുന്നത്. സലാം സാറ് വണ്ടൂർ തന്നെ ആയതുകൊണ്ട് ഞാനും വണ്ടൂർ സ്വദേശിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ കാണാനും ഇടപഴകാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായി. അപ്പോൾ അങ്ങനെ സലാം സാറിൻ്റെ ഫസ്റ്റ് വർക്ക് തന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ കൂടെ നിന്നു. ആ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇന്നും ഞങ്ങൾ തുടർന്ന് പോരുന്നുണ്ട്. സലാം സാറും പിന്നെ ഒരാളുടെ കീഴിൽ നിന്ന് ഡയറക്ഷൻ പഠിച്ചതൊന്നുമല്ല. സ്വന്തമായിട്ടുള്ള അഭിരുചിക്കനുസരിച്ച് സ്വന്തമായി ഫ്രെയിം വെച്ച് സ്വന്തമായ ക്യാൻവാസിൽ സ്വന്തമായ ഭാവനയിൽ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് തിരുത്തുകയും പിന്നെ വരുന്ന വർക്കുകളൊക്കെ കൂടുതൽ അപ്ഡേഷനും ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെയാണ് വളർന്നു വന്നത്. ചില പ്രശ്നങ്ങളൊന്നുമല്ല, മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അന്ന് ഫിലിം ചെയ്യുമ്പോൾ നേരത്തെ ഒരു അക്കാഡമിക് ലെവലിൽ ഇതിൻ്റെ ഡയറക്ഷൻ കോഴ്സ് പഠിച്ചിട്ട് ചെയ്യുന്നതെന്നല്ല ആർക്കും. ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായി സി ടി യൂസഫ് അന്ന് വന്നിട്ടുണ്ടെങ്കിലും ഡയറക്ടറും അസോസിയേറ്റും ഒക്കെ ഈ കാര്യത്തിൽ നല്ല വിവരക്കേട് ഉള്ള ആളുകൾ തന്നെയായിരുന്നു. എന്നിട്ടും ഞങ്ങളൊരു സിനിമ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് ഈ ടീം വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ പോരായ്മ അതിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് അന്ന് ആർട്ടിസ്റ്റുകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റിൽ ക്യാമറനെ അഭിമുഖീകരിക്കുന്നത് അന്നാണ്. വഴിക്ക് സ്ഥലം ചോദിച്ചിരുന്ന ഒരു സംഭവം. വീട്ടിൽ ചെന്നപ്പോൾ കണ്ടില്ല, എന്നെ മനസ്സിലായില്ലേ? രാജമാഷ മോനാ. ഞങ്ങൾ പടിഞ്ഞാറേക്കരയിലേക്കുള്ള റോഡിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നത്. 43ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. നല്ലൊരു റോഡ് സൗകര്യം അവിടെ ഇല്ല. അങ്ങനെയാണോ? ഞങ്ങൾക്കൊരു റോഡ് വെട്ടാനുള്ള പരിപാടി ഉണ്ട്. അതിനുശേഷം ചെയ്ത വരനെ വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ സെൻട്രൽ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. പക്ഷേ അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ സാറ് വായിച്ച് തന്നപ്പോൾ തന്നെ എന്നോട് അതിൽ സാദിഖ് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് മാഷിൽ പറഞ്ഞു, മാഷ് ഇത്ര വലിയ ക്യാരക്ടറൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മാഷ് പറഞ്ഞു, അതിനെന്താ ഞാനല്ലേ കൂടെ പറയണ പോലെ അങ്ങനെ ചെയ്താൽ പോരെ, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ധൈര്യം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം സാറിന് അന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നേക്കാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ആ സാധിക്കുന്ന പറഞ്ഞ കഥാപാത്രത്തിന് ഞാൻ ഫിറ്റാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം എന്നോട് അത്രയും നിർബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ അന്ന് പോലും നമുക്കിതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അത്ര ഒരു വലിയൊരു ലെങ്തി ക്യാരക്ടർ, ഒരു സെൻട്രൽ ക്യാരക്ടറൊന്നും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമൊന്നും ഒന്നില്ലായിരുന്നു. അങ്ങനെ ക്യാമറയിൽ അഭിമുഖീകരിക്കുക, അങ്ങനെ ഒരു സീനിലോ 1-2 സീനിലൊക്കെ വരെ നമ്മളും അതിലുണ്ട് എന്ന് ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പുറം അതിന് മാത്രം വലിയ രീതിയിൽ വളർന്നിട്ടില്ല. അതിനുള്ളൊരു ബേസ്മെൻ്റ് ഒന്നും എനിക്കൊന്നും ഇല്ലായിരുന്നതാണ്. അതിൽ തന്നെ നമ്മൾ സമയത്ത് അഭിനയിക്കുകയും സാറിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഫുൾ ടൈം റിലീസാകുന്ന വരെയുള്ള എല്ലാ കാര്യത്തിലും സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഡബ്ബ് ചെയ്യുന്നത് സ്വന്തം കഥാപാത്രത്തിന് മാത്രമല്ല, ഏത് കഥാപാത്രത്തിനും ഡബ്ബ് ചെയ്യുന്നില്ല. പെണ്ണുങ്ങളെ ശബ്ദമാണെങ്കിൽ കൊടുത്തോളും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ. ആദ്യത്തെ വരനെ വിൽക്കാനുണ്ട് എന്നുള്ള ഫിലിം, അതിൻ്റെയൊക്കെ സ്റ്റുഡിയോ വർക്ക് പറഞ്ഞാൽ തീരാത്തത്ര രസകരമായ അനുഭവങ്ങളുണ്ട്. അത് പിന്നീട് പറയാം അല്ലേ, അതിനെ കുറിച്ച്. ഇതിൽ ഒരേ സമയത്ത് തന്നെ 3 ക്യാരക്ടർ വരുന്ന സീനിന് 3 ഒരുമിച്ച് തന്നെ അങ്ങനെ ഒരേ സീനിൽ 3 ആൾക്കാർ ഒരേ ടൈമിൽ ശബ്ദം കൊടുത്തിട്ടുണ്ട്. എത്ര ആളുകൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് എനിക്കെന്നെ ഇപ്പോൾ ഓർമ്മയില്ല, അത് തപ്പിയെടുത്ത് പഠിക്കണം. അത്രയ്ക്ക് വെറൈറ്റി ശബ്ദങ്ങളും അത് അങ്ങനെയും ചെയ്യും. എല്ലാ സംഗതികളും ചെയ്ത് സപ്പോർട്ടായി കൂടെ നിന്ന് ഇതിൻ്റെ വളർച്ചയിൽ ഇങ്ങനെ ഒരുമിച്ച് സഞ്ചരിച്ച ആളാണ്. പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിങ്ങൾക്കുള്ള സ്ഥലം ഇതാ.
വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിയുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ഇവിടെ വേണ്ട. എന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നിന്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ നമ്മുടെ കുടുംബകാര്യമാണ് പറഞ്ഞത്. അതുപോലെ മൂന്നാമത്തെ ഒരു പ്രൊജക്റ്റാണ് നഷ്ടപരിഹാരം. ആ വർക്ക് ചെയ്യുമ്പോഴും സലാം സാറിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിലും ഒരു ലെങ്തി ക്യാരക്ടർ ചെയ്തു. നീ എപ്പോഴും കണക്ക് ചോദിക്കുന്ന ആ 24 സെന്റ് ഭൂമിയില്ലേ, അതിലെ 10 സെന്റ് വിറ്റിട്ടെങ്കിലും. പിന്നെ മഹാന്മാരായ 2 മക്കൾക്ക് ജന്മം നൽകിയ 2 പാവം മനുഷ്യരുണ്ട് അവിടെ നരകിച്ച് കഴിയുന്നു. അവരറിയാതെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാ തകർന്ന് വീഴും നിന്റെയൊക്കെ സ്വപ്ന സാമ്രാജ്യം. നിന്റെ ഭാര്യയോടും പറഞ്ഞേക്ക്. ശരിക്കും കുടുംബകലഹം 100-ാം ദിവസത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ മാറുന്നത്. കാരണം അതിലൊരു ലെങ്തി ക്യാരക്ടർ തന്നെ സക്കീർ എന്ന ക്യാരക്ടർ ഇപ്പോഴും ആളുകൾക്ക് പലർക്കും എൻ്റെ പേരറിയില്ല. എന്നെ അടുത്തറിയുന്ന അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവർക്ക് എൻ്റെ പേരറിയുള്ളൂ. മറ്റുള്ളവരൊക്കെ എന്നെ കുടുംബകലഹം സക്കീർ എന്നാണ് പറയില്ല. അത് ഞാൻ ആരുടെയും കുടുംബം കലക്കിയിട്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു പേര് വന്നത് പോലും ആ ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടറിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞത് ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. അതിന് ഞാൻ സലാം സാറിനോട് എന്നും കടപ്പെട്ടവനാണ്. എന്തൊക്കെ നിങ്ങൾ തെരയണത്? എന്താ സക്കീറ ഈ തെരയണേ? ഇവിടെ ഒരു പ്ലെയറും ചുറ്റിക്ക് കൂച്ചിട്ടിരുന്നു, അത് മാന്താണ്. അളിയനൊരു ഫ്രീവ്സ കുവൈറ്റിൽ വെച്ചാണ് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ചിത്രീകരിച്ചത്. പിന്നെ അതിൽ നാട്ടിലുള്ള ഭാഗം ഷൂട്ട് ചെയ്തപ്പോൾ ഇവിടെ അതിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ സലാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് പിന്നെ അഭിനയിക്കാതെ ചെയ്ത ആദ്യത്തെ ചിത്രം അല്ലേ നമ്മൾ വർക്ക് ചെയ്തതിൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരാതെ പിന്നിൽ മാത്രം നിന്ന ഒരു ചിത്രമാണ് അളിയനൊരു ഫ്രീ വിസ. അത് പിന്നെ അതിന് മുമ്പുള്ളതൊക്കെ അങ്ങനെ ഭയങ്കര ഹിറ്റായപ്പോയി. ഈ യൂസഫ് ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ പിന്നെ അതിലൊരു അസൂയ തോന്നിയപ്പോൾ അപ്പോൾ ഒരു അങ്ങനെ ഒരു തലക്കൊരടി തന്നതാണ് കൊടുത്തതാണ്. അപ്പോൾ ഏതായാലും ആ അടി അയിമ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളതാണ്. തുടർന്ന് ചെയ്ത പാദയാത്രക്കൊരു ടിക്കറ്റിലും കിട്ടി അങ്ങനെ ഒരു അടി. ഏതായാലും അതിലും പിന്നെ ക്യാരക്ടറൊന്നും ചെയ്തില്ലെങ്കിലും അതിൻ്റെ കൂടെ വർക്ക് ചെയ്തു പാദയാത്രക്ക് ഒരു ടിക്കറ്റ്. അതിന് ശേഷം ആണ് പിന്നെ അങ്ങനെ ഈ 2 അടിക്ക് ശേഷം മൂന്നാമത്തെ ഒരു അടി ഇനി താങ്ങാനാവില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം 3 അടി കിട്ടിയാൽ പിന്നെ പൊന്തൂലല്ലോ. അപ്പോൾ ആ 2 അടിമ നിർത്തി മൂന്നാമത്തേൽ ആയപ്പോൾ വന്നു ആണായിട്ട് അയൽവാസിലാണ് പിന്നെ ക്യാരക്ടർ ചെയ്തത്. മിഞ്ഞാന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ ഓരോ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങിയായിരുന്നു. അതിനിടയ്ക്ക് ഇക്കാനെ വന്ന് കാണാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ജോയിൻ ചെയ്ത് വന്നിട്ട് പറഞ്ഞാലും മതിയാനു, ഇങ്ങനെ ഇടങ്ങാറാവേണ്ടിയിരുന്നില്ല. ഏയ് ഒരിടങ്ങറുമില്ല. പിന്നെ ജോയിൻ ചെയ്തിട്ട് പറയാമെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഇനി മടങ്ങി വരിക. എങ്കിലും ഈ അഭിനയിക്കാത്തതിലുമൊക്കെ കൂടെ തന്നെ സാറിൻ്റെ കൂടെ തന്നെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അന്ന് മുതലുള്ള ആ ഒരു രീതിയിൽ ഞങ്ങളിങ്ങനെ തുടർന്ന് പോരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരുമിച്ച് തന്നെയാണ്. ഏറ്റവും അവസാനമായിട്ട് ഇസ്ലാം സാറിൻ്റെ വർക്കിൽ അഭിനയിച്ചത് ഓലപ്പുരക്കെന്തിനിരുമ്പോ പക്ഷേ അതിലും പിന്നെ നല്ലൊരു ക്യാരക്ടർ തന്നെ, കുറച്ചൊരു കോമഡിയൊക്കെ ചേർത്ത ഒരു ക്യാരക്ടർ തന്നെയാണ് തന്നത്. കഴിഞ്ഞ മാസം 2 ദിവസം ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കിയില്ലേ? അന്ന് എനിക്ക് വന്ന അധിക ചെലവ് എത്രയാണെന്ന് അറിയാൻ എനിക്ക്? ഉമ്മാനെ കാണാൻ വരുന്നവർക്കൊക്കെ ചായയും ചോറും ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എനിക്ക്. ചെലവിൻ്റെ കാര്യമൊന്നും അറിയണ്ടല്ലോ. അത് ഉമ്മയായിട്ട് നിലമ്പൂർ ആയിഷാത്തയാണ് ഉണ്ടായിരുന്നത്. ആയിഷാത്ത അതിന് ശേഷവും പലപ്പോഴും എവിടെയും എന്തെങ്കിലും ഫംഗ്ഷനിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കിൻ്റെ സെറ്റിൽ വെച്ചോ ഒക്കെ കാണുമ്പോൾ എന്നോട് പറയും, എടാ ചെറുക്ക ഇജ്ജിന്നെ എനിക്ക് 10 ഉറുപ്പ്യ കിട്ടുന്നത് കണ്ടാലേ ഇജ്ജ് എനിക്ക് തള്ളനെ വേണ്ടിയുള്ളൂ എന്ന് ഇപ്പോഴും ആയിഷാത്ത അവരുടെ ആ ശൈലിയിൽ അങ്ങനെ പറയും. ഇപ്പോഴും ആ ഒരു രീതി തന്നെയാണ് എപ്പോഴും പറയാൻ സംസാരിക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറും അതാണ് ഇപ്പോൾ ലാസ്റ്റ് ഇസ്ലാം സാറിൻ്റെ കൂടെ അഭിനയിച്ചത്. കലാകാരൻ എന്ന നിലക്ക് എന്നെ ആക്കിയെടുത്തത് ഞാൻ പറഞ്ഞു സലാം സാറാണ്. പക്ഷേ ആ രീതിയിൽ എന്നെ അംഗീകരിച്ചതും എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകിയതും നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ നിങ്ങളോടും എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടുകളും ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾ കണ്ടും കൈയടിച്ചും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താലേ ഓരോ കലാകാരന്മാരും വളർന്നു വരികയുള്ളൂ. അത് എന്നും നിങ്ങളിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്, ഇനിയും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സിറ്റി യൂസഫ്.